दूरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलम् सुखमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 25-ാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം. ശ്ലോകം 8 മുതൽ 12 വരെ വായിക്കാം. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംവരേതം അയക്കൂടേ ചിന്തദ്യുദ്ധിതാ മന്യവഃ. അത്ര തേ കഥയിഷ്യന്തെ അമും ഇതി ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധാഗതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹച്ഛവാഃ തസ്യാവിജ്ഞാതനാമാസീത് സഖാ അവിജ്ഞാതചേഷ്ടിതഃ. സോ അന്വേഷമാണ ശരണം ബഭ്രാമാ പൃഥിവീം പ്രഭു നാനുരൂപം യദാ വിന്ദത് അഭൂത്സാ വിമനാ ഇവ. ന സാധു മേ നേതാ സർവ ഭൂതലേ യാവതീ പുരഃ കാമാൻ കാമയമാനോസൗ തസ്യോപപത്തയേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സുപ്രഭാതം വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 25 പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം. ശ്ലോകം 8. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംവരേതമയാ കൂടൈ ചിന്തന്ത്യോത്ഥിതമന്യവാ. വിവർത്തനം. ആ മൃഗങ്ങളെല്ലാം നിന്റെ മരണം കാത്തിരിക്കുകയാണ്. അവർക്ക് പരിക്കുകളേൽപ്പിച്ച നിന്നോട് പ്രതികാരം ചെയ്യാൻ നിന്റെ മരണാനന്തരം അവർ നിന്റെ ശരീരം ഇരുമ്പ് കൊമ്പുകളാൽ തുളച്ചു കീറും. ശ്ലോകം 9. അത്രതേ കഥയിഷ്യേ അമുമിതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിമോധാഗതോ മമ. വിവർത്തനം. ഇത് സംബന്ധിച്ച് പുരഞ്ജനൻ എന്ന നാമമുള്ളൊരു രാജാവിന്റെ പഴയ ചരിത്രം വർണ്ണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി അതീവ ശ്രദ്ധയോടെ എന്നെ ശ്രവിക്കാൻ ശ്രമിക്കുക. ശ്ലോകം 10. ആസീത് പുരഞ്ജനോ നാമ രാജാരാജൻ ബൃഹശ്രവ തസ്യാ വിജ്ഞാത നാമ അസീൽ സഹ അവിജ്ഞാത ചേഷ്ടിത. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട രാജാവ് പണ്ട് തന്റെ മഹത്തായ പ്രവൃത്തികളാൽ മഹാകീർത്തിമാനായ പുരഞ്ജനൻ എന്നു പേരുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിജ്ഞാതൻ എന്നു പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവിജ്ഞാതന്റെ പ്രവൃത്തികളെ കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ശ്ലോകം 11. സോ അന്വേഷമാണാ ശരണം ജഭ്രാമാ പൃഥ്വീം പ്രഭു ജ്ഞാനുരൂപം യഥാ വിന്ദ അഭൂത്സ വിമനായിവ. വിവർത്തനം. പുരഞ്ജന രാജാവ് ജീവിക്കാൻ അനുയോജ്യമായൊരു സ്ഥലത്തിനു വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും
അതിനായി ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തു. ധാരാളം സഞ്ചരിച്ചിട്ടും അവൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അവൻ കുപിതനും നിരാശനുമായി. ശ്ലോകം 12. ന സാധുമേനേതാ സർവ ഭൂതലേ യാവതീ പുര കാമാൻ കാമായ മാനോ അസൗ തസ്യോപപത്തയേ. വിവർത്തനം. പുരഞ്ജന രാജാവിന് ഇന്ദ്രിയാസ്വാദനത്തിന് അളവറ്റ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ അവൻ തന്റെ ഇച്ഛാപൂർത്തിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് ലോകത്തിലുടനീളം യാത്ര ചെയ്തു. നിർഭാഗ്യവശാൽ എല്ലായിടത്തും അവന് അപര്യാപ്തത അനുഭവപ്പെട്ടു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സുപ്രഭ മാതാജി. ഹരേ കൃഷ്ണ. പ്രചേതസ്സുകൾ മഹാദേവനിൽ നിന്നും രുദ്രഗീതം ശ്രവിച്ചതിന് ശേഷം 10,000 വർഷം ജലത്തിനടിയിൽ തപസ്സിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രചേതസ്സുകളുടെ പിതാവായിട്ടുള്ള പ്രാചീന ബർഹിഷത്ത് കർമ്മഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയ ലോകങ്ങളിലേക്ക് ഉയരാൻ ആഗ്രഹിച്ചുകൊണ്ട് വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളും മറ്റ് കർമ്മങ്ങളുമൊക്കെ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ അദ്ദേഹം ഭൂമണ്ഡലത്തിന്റെ ഉപരിയിൽ ഭൂതലം മുഴുവൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെ എല്ലാം ഇരുന്ന് യജ്ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ട നാരദ മഹർഷിക്ക് തോന്നി, ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ഭക്തി സേവനത്തിലേക്ക് വരാതെ വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യജ്ഞങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതല്ല ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിന് ഭക്തിയുത സേവനം ഉപദേശിക്കണം. അദ്ദേഹം അത് സ്വീകരിക്കാൻ യോഗ്യനാണ്. കാരണം അദ്ദേഹം പുണ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് വേദനിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. എന്നാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സേവനമാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലപത്തെ. വേദങ്ങളിലെ 3 വേദങ്ങളും പൂർണ്ണമായിട്ടും അനുസരിച്ചാലും എന്താണ് ലഭിക്കുന്നത്? ഗതാഗതം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഉയർന്ന ലോകത്തിലേക്ക് പോകാം, അവിടുന്ന് ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. സ്വർഗീയ ലോകത്തിൽ പോകാം, അവിടുന്ന് പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് വീണ്ടും ഭൂമിയിലേക്ക് വരണം. അതുകൊണ്ട് ഒരു ജീവന്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. വീണ്ടും ഈ ജന്മമൃത്യു ജരാവ്യാധി ചക്രത്തിൽ തന്നെ ആ ജീവനെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവത് സേവനം ഉപദേശിക്കാം എന്ന് വിചാരിച്ച് നാരദ മഹർഷി പ്രാചീന പരീക്ഷത്തിനെ സമീപിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ ഇങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്ത് ശ്രേയസ്സാണ് നീ ആഗ്രഹിക്കുന്നത്? എന്ത് അനുഗ്രഹമാണ് അതിൽ നിന്നും നീ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാകണം. അതാണ് ഏറ്റവും വലിയ ശ്രേയസ്. ദുഃഖങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം. എന്നേക്കുമായിട്ടുള്ള ദുഃഖങ്ങളെ പരിഹരിക്കാൻ തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാചീന പരീക്ഷത് പറഞ്ഞു, അങ്ങനെയുള്ള കർമ്മത്തിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങ് ദയവായിട്ട് എനിക്ക് ആ ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം, പരമമായിട്ടുള്ള കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാചീന പരീക്ഷത്ത് നാരദ മഹർഷിയെ ഗുരുവായി സ്വീകരിച്ചു. നജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധതി ബ്രൂഹിമേ വിമലജ്ഞാനം യേന ഉച്ചേയ കർമ്മഭീ. എനിക്ക് പരമമായിട്ടുള്ള ആ കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉപദേശിച്ചു തരണം. ഞാനിപ്പോൾ വേദങ്ങളിലുള്ള കർമ്മങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയി. യാമിമാ പുഷ്പിതാപാചം പ്രപതന്തി അവിഭജിത. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ വേദങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകും. കർമ്മമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് അങ്ങനെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പ്രാചീന പരീക്ഷത്ത്. പക്ഷെ പ്രാചീന പരീക്ഷത്ത് സമ്മതിച്ചു, എനിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മത്തിനെ കുറിച്ച് അറിയില്ല, അങ്ങ് ദയവായിട്ട് ഉപദേശം നൽകണം എന്ന് പറഞ്ഞ സമയത്ത് പ്രാചീന പരീക്ഷത്തിന്
നാരദ മഹർഷി ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ആകാശത്ത് എന്താണ് കാണുന്നത്? ആയിരക്കണക്കിന് മൃഗങ്ങൾ. പ്രാചീന പരീക്ഷത്ത് പലതരത്തിലുള്ള യജ്ഞങ്ങളിൽ ബലി നൽകിയിട്ടുള്ള ആ മൃഗങ്ങളൊക്കെ പ്രാചീന പരീക്ഷത്തിനെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കർമ്മകാണ്ഡത്തിൽ ചെറിയ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷഫലവും ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം ആ യജ്ഞങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള യജ്ഞമായിരുന്നില്ല. എനിക്കിതിൽ നിന്നും പുണ്യം നേടണം, ഇതിന്റെ കർമ്മഫലം എനിക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചാണ് യജ്ഞം ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ആ യജ്ഞം പൂർത്തിയാകാതെ വരും. അപ്പോൾ ആ മൃഗങ്ങൾക്കും, ആ യജ്ഞത്തിൽ സമർപ്പിച്ചിട്ടുള്ള മൃഗങ്ങൾക്കും മോക്ഷം ലഭിക്കാതെ വരും. ആ മൃഗങ്ങളൊക്കെ ആകാശത്ത് കാത്തു നിൽക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. നാരദ മഹർഷി കാണിച്ചു കൊടുത്തു. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യാത്വയാധ്വരേ. ഈ മൃഗങ്ങളെയൊക്കെ നോക്കും. നീ വധിച്ചിട്ടുള്ള യജ്ഞത്തിൽ വധിച്ചിട്ടുള്ള മൃഗങ്ങളാണ് ഇവിടെ, ആയിരക്കണക്കിന് മൃഗങ്ങൾ നിനക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആകാശം ആ മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തു. അവരെന്തിനാണ് കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ. അവരൊക്കെ ആരെയാണ് കാത്തിരിക്കുന്നത്? അവരൊക്കെ നിന്നെ കാത്തിരിക്കുകയാണ്. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ. അവരൊക്കെ നിന്നെ പ്രതീക്ഷിച്ച്, ത്വാം നിന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. സ്മരന്തോ വൈശ്വസംസ്തവ. നീ എപ്പോഴാണ് മരിച്ച് തിരിച്ചു പോകുന്നത് എന്ന് അവർ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വൈശ്വസം, നിന്റെ ശരീരത്തിനെ കുത്തിക്കീറാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. സംബരേതം അയക്കൂടെ. അവരുടെ കൂടെ, അവരുടെ കൊമ്പുകൾ എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്? ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അയം, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ കൊമ്പുകളുമായിട്ട് അവർ നിന്നെ കാത്തിരിക്കുകയാണ്. നീ മരിച്ചു ചെല്ലുന്ന സമയത്ത് നിന്നെ കുത്തിക്കീറാൻ വേണ്ടി അവര് വലിയ കോപത്തോടുകൂടി, മന്യവ, ഉദ്ധിത മന്യവ, വളരെയധികം കോപത്തോടു കൂടിയിട്ടാണ് മൃഗങ്ങളൊക്കെ കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചും ആ വ്യക്തിയെ കൊല്ലാനുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപദ്രവിക്കാനുള്ള അവസരം നൽകുമെന്നാണ്. അതാണ് മാംസം എന്നുള്ള വാക്കിന്റെ അർത്ഥം. മാംസം അല്ലെ, മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ, സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ജീവിയെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് മാംസം എന്നുള്ള വാക്ക് വന്നത്. മാംസ, നിനക്കും എന്നെ ഇതുപോലെ തന്നെ ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് പ്രകൃതി നിയമം. പ്രകൃതിയില് എല്ലാം നമ്മൾക്ക് തിരിച്ച്, നമ്മുടെ കർമ്മങ്ങളൊക്കെ തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പോൾ ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ അതേപോലെ എന്നെയും അതുപോലെ നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അത് കൊല്ലുന്ന വ്യക്തിക്ക് മാത്രമല്ല എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഒരു ജീവി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ 6 പേര് അതിന് ഉത്തരവാദികളാണ്. 6 പേർക്കും ഒരേപോലെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതാർക്കൊക്കെയാണ്? ഒരു ജീവിയെ കൊല്ലാൻ പറയുന്ന ആള്, നീ അതിനെ കൊന്നോളൂ എന്ന് നിർദ്ദേശം നൽകുന്ന ആള്, അതിനെ കൊല്ലുന്ന വ്യക്തി, കൊല്ലാൻ സഹായിക്കുന്ന വ്യക്തി, മാംസം വാങ്ങിക്കുന്ന വ്യക്തി, മാംസം പാചകം ചെയ്യുന്ന വ്യക്തി, അതിന്റെ മാംസം ഭക്ഷിക്കുന്ന വ്യക്തി, ഇങ്ങനെ 6 പേർക്കും ഒരേപോലെ ശിക്ഷകൾ ലഭിക്കും. ഈ 6 പേരെയും ഈ മൃഗങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് എന്താണോ മൃഗങ്ങളോട് ചെയ്തത് അതേപോലെ തന്നെ തിരിച്ച് അതിനുള്ള ശിക്ഷ അതേപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. പ്രാചീന പരിശുദ്ധത്തിനെ കാത്ത് ആയിരക്കണക്കിന് മൃഗങ്ങൾ അവരുടെ ഇരുമ്പ് കൊമ്പുകൊണ്ട് വളരെ ക്രോധത്തിൽ, ഉദ്ധിത മന്യവ, വളരെ ദേഷ്യത്തോടു കൂടി അവരെ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അത്ര തേ കഥയിഷ്യേ അമും ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധാഗതോ മമ. എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കഥ പറഞ്ഞു തരാം എന്നിവിടെ നാരദ മഹർഷി പറയുകയാണ്. ഇത് പണ്ട് കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. പുരാതനം, ഇതിഹാസം, ഇത് ചരിത്രമാണ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. അതേപോലെ ഇത് പണ്ട് മുതൽക്കേ സംഭവിക്കുന്നതാണ് എന്ന് പറയും. അത്രത്തെ കഥയിഷ്യേ അമും ഇതിഹാസം പുരാതനം. ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താണ് കാര്യങ്ങൾ, എന്ത് കാര്യമാണ് ഇപ്പോൾ നിനക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ പറഞ്ഞു തരാം. ഇത് സംഭവിക്കുന്നതാണ്, ഇതിഹാസം, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
പുരാതനം, പണ്ട് മുതലേ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ആരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്? പുരഞ്ജനസ്യ ചരിതം നിബോധാഗതോ മമ. പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ട് പ്രാചീന ഭാരതത്തിനെ കുറിച്ച് പറയാതെ പ്രാചീന ഭാരതത്തിന്റെ തന്നെ ചരിത്രം പുരഞ്ജനൻ എന്നുള്ള പേരിൽ നാരദ മഹർഷി ഇവിടെ അവതരിപ്പിക്കാം. അല്ലെ, ചിലപ്പോൾ നമ്മൾക്ക് നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വരും. അപ്പൊ മറ്റൊരാളുടെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ പുരഞ്ജനൻ എന്നുള്ള പേരിൽ പ്രാചീന പരിഷത്തിന്റെ തന്നെ ചരിത്രം ഇവിടെ നാരദ മഹർഷി അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഒരു ജീവന ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പൊ ഇത് ചരിത്രമാണ്, ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പുരാതനം, പണ്ട് മുതലേ ജീവന് ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് എന്ന് പറയും. ഇനി ആ രാജാവിന്റെ കഥ പറയാൻ പോവുകയാണ് നാരദ മഹർഷി. ആസീത് പുരഞ്ജനോ നാമ രാജാരാജൻ ബൃഹശ്രവ തസ്യാവിജ്ഞാത നാമാസീത് സഖാ വിജ്ഞാത ചേഷ്ടിതഃ. അപ്പോൾ ആദ്യം ആ രാജാവിന്റെ പേരാണ് പറയുന്നത്. ആസീത് പുരഞ്ജനോ നാമ. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മൾ കഥ പറയുന്നത് ആരംഭിക്കുന്നത് അങ്ങനെയാണ് അല്ലെ, പണ്ട് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നാരദ മഹർഷി പറഞ്ഞു ആസീത് ഉണ്ടായിരുന്നു പണ്ട് പുരഞ്ജനോ നാമ രാജ. പുരഞ്ജനൻ എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജൻ അല്ലയോ രാജാവേ, പ്രാചീന ഭവിഷ്യത്തെ ബൃഹശ്രവ. അദ്ദേഹം വളരെ കീർത്തിമാനായിരുന്നു. വലിയ വലിയ മഹത്തായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം കീർത്തിമാനായിരുന്നു എന്ന് പറഞ്ഞു. തസ്യാ അവിജ്ഞാത നാമാസീത് സഖാ വിജ്ഞാത ചേഷ്ടിത. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ പേരെന്താണ്? തസ്യാ അവിജ്ഞാത നാമ. അവിജ്ഞാതൻ എന്ന പേരുള്ള ഒരു സുഹൃത്തും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത്. അപ്പൊ പുരഞ്ജനനുമുണ്ട്, പുരഞ്ജനന് ഒരു സുഹൃത്തുമുണ്ട്. സുഹൃത്തിന്റെ പേര് അവിജ്ഞാതൻ എന്നാണ്. അവിജ്ഞാത ചേഷ്ടിത. പക്ഷെ ആ സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ സുഹൃത്തിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. സുഹൃത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ചേഷ്ടകൾ, ആ സുഹൃത്തിന്റെ ചേഷ്ടകൾ, പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും ആർക്കും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ നാരദ മഹർഷി എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പുരഞ്ജനൻ എന്ന് പറയുന്നത് ഒരു ജീവനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ശരീരമെടുക്കുന്ന എല്ലാ ജീവനും എന്ത് തന്നെയാണ്? പുരഞ്ജനന്മാർ തന്നെയാണ്. പുരത്തിൽ ജനിച്ചവർ പുരഞ്ജനൻ. പുരം എന്ന് പറയുന്നത് ശരീരമാണ് അല്ലെ. 9 വാതിലുകളുള്ള ഒരു പുരമായിട്ട്, ഒരു പട്ടണമായിട്ട് ഈ ശരീരത്തിനെ ഉപമിച്ചിരിക്കുകയാണ്. പുരത്തിൽ ജനിച്ചവരെല്ലാവരും പുരഞ്ജനന്മാർ തന്നെയാണ്. അപ്പം ജീവാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പുരഞ്ജനൻ എന്ന് പറയുന്നത്. അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത് അതിനുണ്ട് എന്നാണ് പറയുന്നത്. അവിജ്ഞാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത സുഹൃത്ത് ആ ജീവാത്മാവിന്റെ കൂടെ തന്നെ ഉണ്ട്. അതാരാണ്? ജീവാത്മാവിന്റെ കൂടെയുള്ള പരമാത്മാവാണ്. പരമാത്മാവിനെ കുറിച്ച് ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് അതിനെ അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പരമാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചും ആർക്കും അറിയില്ല. അവിജ്ഞാത ചേഷ്ടിത, എന്തൊക്കെയാണ് പരമാത്മാവ് ചെയ്യുന്നത് എന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ സുഹൃത്തിനെ അവിജ്ഞാത ചേഷ്ടിത എന്ന് പറഞ്ഞത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞ രാജാവും അദ്ദേഹത്തിന്റെ അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഇനി ആ പുരഞ്ജനൻ എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സോ അന്വേഷമാണ് ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു ജ്ഞാനരൂപം യഥാ വിന്ദത് അഭൂത്സാ വിമന ഇവ. പണ്ട് മുതലേ പുരഞ്ജനൻ രാജാവ് എന്താണ് ചെയ്യുന്നത്? അന്വേഷമാണ് ശരണം. ഈ ലോകത്തിൽ വന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ഏതാണ്?
എനിക്ക് ഏറ്റവും സുഖിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണ്, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ രാജാവ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, നാനുരൂപം യഥാ വിന്ദൂത്സവിമനായവ, എത്ര അന്വേഷിച്ചിട്ടും ഒരുപാട് ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. എവിടെയും അദ്ദേഹത്തിന് ഒരു തൃപ്തി തോന്നിയില്ല. ഒരു സ്ഥലത്ത് നല്ലതാണെന്ന് തോന്നും, അവിടെ കുറച്ചു കാലം താമസിക്കും, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തൃപ്തി അനുഭവപ്പെടുന്നില്ല, അദ്ദേഹം വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, അപ്പോൾ അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കും. ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി ഇവിടെ സുഖം കിട്ടും, ഇവിടെ സുഖം കിട്ടും എന്ന് വിചാരിച്ച് ഓരോ സ്ഥലത്തും താമസിക്കും. അവിടുന്ന് സുഖം കിട്ടാതെ വരുന്ന സമയത്ത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും. ഇതാണ് പുരാതന രാജാവ് ചെയ്തിരുന്നത്. ബബ്രാമ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഇതൊരു ജീവനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഈ ലോകത്തില് സുഖം ലഭിക്കും എന്ന് വിചാരിച്ച് ജീവൻ ഓരോരോ ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചു കൊണ്ടിരിക്കും. അല്ല, വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ, മൃഗങ്ങളുടേതും പക്ഷികളുടേതും ഇഴഞ്ഞു നടക്കുന്ന ജീവികളുടേതും പറന്നു നടക്കുന്ന ജീവികളുടേതുമായിട്ടുള്ള പല പല ശരീരങ്ങളിൽ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ജീവൻ വ്യത്യസ്ത ശരീരങ്ങൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇച്ഛാദ്വേഷ സമുദ്ദേന ദ്വന്ദ്വമോഹേന ഭാരത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഓരോരോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഓരോരോ ശരീരങ്ങൾ, സർഗേ ആന്തി പരന്നവ, ഓരോരോ ശരീരങ്ങൾ ഒരു ജീവൻ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. പക്ഷെ ആ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഒരു സുഖം, ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു ആനന്ദം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു ശരീരം സ്വീകരിക്കുകയാണ് ജീവൻ ചെയ്യുന്നത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ടാണ് പുരഞ്ജന മഹാരാജാവ് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു, ഇവിടെ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ച് സഞ്ചരിച്ചു എന്ന് പറയുന്നത്. ആ സഞ്ചാരം എന്താണ്? ഓരോ ശരീരം മാറി മാറിയിട്ടുള്ള സഞ്ചാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ന സാധുമേനേതാ സർവ ഭൂതലേയാവതീ പുരഃ കാമാൻ കാമയമാനോസോ തസ്യോപത്തയെ. പുരഞ്ജന രാജാവിന് ഇന്ദ്രിയാസ്വാദനത്തിന് അളവറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാൽ അവൻ തന്റെ ഇച്ഛാപൂർത്തിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് ലോകത്തിലുടനീളം യാത്ര ചെയ്തു. നിർഭാഗ്യവശാൽ എല്ലായിടത്തും അവന് അപര്യാപ്തത അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്? അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിക്കാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം കുറഞ്ഞില്ല. വേറെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ സുഖമായിരിക്കും, വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആഗ്രഹം കുറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. അപ്പോൾ ഒരു ജീവൻ എത്ര കാലം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടോ അത്ര കാലം പുതിയ പുതിയ ശരീരങ്ങൾ അങ്ങനെ മാറി മാറി എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ശരീരത്തിലും ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു തൃപ്തി അനുഭവപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. എവിടെ നിന്ന് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പൂർണ്ണമായിട്ടും അദ്ദേഹം വിചാരിച്ചതുപോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം എന്താണ് ചെയ്തത്? അവസാനം എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അവസാനം അദ്ദേഹം ഹിമാലയത്തിന്റെ ദക്ഷിണ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഒരു ജീവനും ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഉയർന്ന ലോകങ്ങളിലാണ് അത് ജനിക്കുന്നത്, സ്വർഗീയ ലോകങ്ങളിലൊക്കെ അത് ജനിക്കും. അങ്ങനെ ഒരുപാട് കാലം അവിടെ ജീവിക്കും. അവസാനമാണ് ഒരു ജീവന് ഈ ഭൂമിയിൽ ഭാരത എന്നുള്ള സ്ഥലത്ത് ജനിക്കാനുള്ള അവസരം കിട്ടുന്നത്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെ അവസാനം ഈ പുരഞ്ജനൻ രാജാവും ഹിമാലയത്തിന്റെ ദക്ഷിണ ഭാഗത്ത് എത്തിച്ചേർന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്ത വൃന്ദ.